ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിലോസഫിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായി തന്നെ ഇന്ത്യൻ ഫിലോസഫി നമുക്ക് രണ്ടായി തിരിക്കാം: ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും. ഇന്ത്യൻ ഫിലോസഫിയിൽ പ്രധാനമായും 9 സ്കൂൾസാണുള്ളത്. ഇതിൽ 6 എണ്ണം ആസ്തിക ദർശനത്തിൻ്റെ താഴെയും 3 എണ്ണം നാസ്തിക ദർശനത്തിൻ്റെ കീഴെയുമാണ് വരുന്നത്. ആദ്യമായി തന്നെ ആസ്തിക ദർശനങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്തിക ദർശനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേദങ്ങളുടെ അതോറിറ്റിയെ കൃത്യമായി ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ വേദങ്ങളുടെ അതോറിറ്റിയെ കൃത്യമായി അംഗീകരിക്കുന്ന ദർശനങ്ങൾ, അല്ലെങ്കിൽ അംഗീകരിക്കുന്ന സ്കൂൾസിനെയാണ് നമ്മൾ ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് 6 സ്കൂൾസിനെ കാണാം. ഈ 6 സ്കൂൾസാണ് ആസ്തിക ദർശനങ്ങൾ. അതായത് ന്യായ, സാഖ്യ, വൈശേഷിക, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഇതിൽ തന്നെ ഈ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത എന്നും പറയുന്നുണ്ട്. ഈ ഉത്തരമീമാംസയെ നമുക്ക് 6ആയി പിന്നെയും തിരിക്കാം: അദ്വൈത, വിശിഷ്ടാദ്വൈത, ദ്വൈത, ദ്വൈതദ്വൈത, ശുദ്ധദ്വൈത, അച്ചിന്ത ഭേദ അഭേദ്യ. ഇങ്ങനെ 6ആയി നമുക്ക് ഈ ഉത്തരമീമാംസയും തിരിക്കാം. അടുത്തതായി നാസ്തിക ദർശനങ്ങളാണ്. നാസ്തിക ദർശന എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയിൽ, അതായത് ഇന്ത്യൻ ഫിലോസഫിയിലെ വേദങ്ങളുടെ അതോറിറ്റിയെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിരാകരിക്കുന്ന സ്കൂൾസിനെയാണ് നമുക്ക് നാസ്തിക ദർശനയുടെ കീഴെ വരുന്ന ഈ 3 സ്കൂൾസ്, അതായത് ചാർവാക, ബുദ്ധിസം, ജൈനിസം. ഇത് 3ഉം എത്തീസ്റ്റ്, അതായത് നാസ്തികം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല, ദൈവം ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർ പറയുന്നത്. അതായത് ചാർവാക ആയാലും ബുദ്ധിസം ആയാലും ജൈനിസം ആയാലും അതിൽ നോ ഗോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി നാസ്തിക ദർശനത്തെ പറ്റി കൂടുതലായി നമുക്ക് നോക്കാം. ആദ്യമായി ന്യായ. ഇന്ത്യൻ സ്കൂളിലെ ആസ്തിക ദർശനത്തിലെ ഒന്നാമത്തെ ഒരു സ്കൂളായിട്ട് നമുക്ക് ന്യായ കണക്കാക്കാം. അതായത് ന്യായ എന്ന സ്കൂളിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗൗതമ മഹർഷിയാണ്. ന്യായ സ്കൂളിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ന്യായ സ്കൂളിൽ ബേസിക്കായിട്ട് ഇന്ത്യൻ ലോജിക് എന്നും പറയാറുണ്ട്. കാരണം ന്യായ സ്കൂളിൽ ലോജിക്കൽ തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് അതിനെ ന്യായ സ്കൂളിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കിതിന് ഇന്ത്യൻ ലോജിക് എന്നും കണക്കാക്കാം. ഗൗതമ മഹർഷിയുടെ ന്യായസൂത്രയാണ് ഇതിൻ്റെ ബേസിക് ടെക്സ്റ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഈ ന്യായ സ്കൂളിൽ ബേസിക് ആയിട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെൻസ് ഓർഗനിലൂടെ ലഭിക്കുന്ന നോളജ് കൊണ്ട് മാത്രമേ ബർത്ത്, ഡെത്ത് എന്ന് പറയുന്ന നമ്മുടെ സോളിൻ്റെ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് ലിബറേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ന്യായസൂത്രയിൽ, അതായത് ഈ ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ 4 മീൻസ് ഓഫ് വാലിഡ് നോളജ് ഉണ്ട്. 4 മീൻസ് ഓഫ് വാലിഡ് നോളജ് ആണുള്ളത്. അതായത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് വെർബൽ ടെസ്റ്റിമണി. അടുത്തതായിട്ട് സാഖ്യ സ്കൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ഫിലോസഫിക്കൽ സ്കൂളാണ്. അതായത് സാഖ്യ സ്കൂൾ എപ്പോഴും ഡ്യൂലിസ്റ്റിക് ആണ്. അതായത് 2 അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ടെന്നാണ് സാഖ്യ സ്കൂളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സാഖ്യ സ്കൂളിലെ 2 അൾട്ടിമേറ്റ് റിയാലിറ്റി ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷയും പ്രകൃതിയും. അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റിയിൽ നമ്മുടെ ഈ റിയാലിറ്റി ആയിട്ടുള്ള ഈ എംപിരിക്കൽ വേൾഡ് എന്ന് പറയുന്നത് മൊത്തമായിട്ടും ഈ 2 പുരുഷ ആൻഡ് പ്രകൃതി എന്ന് പറയുന്ന 2 അൾട്ടിമേറ്റ് റിയാലിറ്റിയിലാണ് ബേസിക്കായിട്ട് നിലനിൽക്കുന്നത്. ഇതിൽ പുരുഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്, സോള്, മൈൻഡ്. അതായത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് സെൽഫ് അല്ലെങ്കിൽ പുരുഷ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോളാണ്. പ്രകൃതി എന്ന് പറയുന്നത് മാറ്റർ, ക്രിയേറ്റീവ് ഏജൻസി അല്ലെങ്കിൽ എനർജി ആയിരിക്കും. ഈ പുരുഷ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രകൃതി പുരുഷയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. സാഖ്യ സ്കൂളിൽ പ്രധാനമായിട്ടും 3 ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്: സത്വഗുണ, രജസ് ഗുണ, തമസ് ഗുണ. ഈ 3 ഗുണങ്ങളും ഈ പുരുഷയിൽ പ്രകൃതി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ 3 ഗുണങ്ങളും ഉണ്ടാകുന്നത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഈ 3 ഗുണങ്ങളുണ്ട് എന്നാണ് സാഖ്യ ദർശനയിൽ പറയുന്നത്. അടുത്തതായി വൈശേഷിക സ്കൂളാണ്. വൈശേഷിക സ്കൂൾ എന്ന് പറയുന്നത്, വൈശേഷിക സ്കൂളിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കനാദ മഹർഷിയാണ്.
വൈശേഷിക സ്കൂൾ പ്രധാനമായിട്ടും മെറ്റാഫിസിക്സ്, അതായത് മെറ്റ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫിസിക്സ്, അതായത് ഫിസിക്സിനപ്പുറം, ആഫ്റ്റർ സയൻസ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതായത് മെറ്റാഫിസിക്സ്, സയൻസിനകത്ത് ഉൾപ്പെടാത്ത മൈൻഡ്, മാറ്റർ, ബോഡി, സോൾ എന്നുള്ള കോൺസെപ്റ്റ്സിനെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് വൈശേഷിക എന്ന് പറയുന്ന സ്കൂളിൻ്റെ അകത്തുള്ളത്. വൈശേഷിക സ്കൂളിൽ ശരിക്കും പ്രധാനമായിട്ടും റിയലിസ്റ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഫിലോസഫി ഓഫ് അവർ നേച്ചർ, അതായത് നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ഈ എംപിരിക്കൽ വേൾഡിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫിലോസഫിയാണ് വൈശേഷിക സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഗോഡ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോഡ് എന്ന് പറയുന്നത് ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ടാണ് ഇതിൽ വൈശേഷിക സ്കൂളിൽ കണക്കാക്കുന്നത്. വൈശേഷിക സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ വൈശേഷിക സ്കൂളിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലിവിങ് ബീങ്സ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ലോ ഓഫ് കർമ്മ, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടാണ്, നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടാണ് ഏൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പണിഷ്മെൻറ്റ്സ് കിട്ടും. അതായത് നമ്മുടെ ലോ ഓഫ് കർമ്മ ബേസ്ഡ് ഓൺ ആക്ഷൻസ് ഓഫ് മെരിറ്റ് ആൻഡ് ഡീമെരിറ്റ്, അതും നമ്മുടെ ഈ വൈശേഷിക സ്കൂളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് പറയാനുള്ളത്, വൈശേഷിക സ്കൂളിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ, അതായത് ഈ 5 എർത്ത്, വാട്ടർ, എയർ, ഫയർ ആൻഡ് ഈതർ, ഈ 5 പഞ്ചഭൂതങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലോകം, അതായത് ഈ എംപിരിക്കൽ വേൾഡ് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് വൈശേഷിക സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് ഫിലോസഫി, അതായത് ഇന്ത്യൻ അഷ്ടാംഗ ദർശനയിലെ യോഗ സ്കൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യോഗ സ്കൂളിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യോഗ എന്നുള്ള സ്കൂളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 എൻറ്റിറ്റി, ബേസിക് ആയിട്ട് 2 എൻറ്റിറ്റിയാണ് ഉള്ളത്. ഒന്ന് ബോഡി ആൻഡ് മൈൻഡ്. ഈ ബോഡിയെയും മൈൻഡിനെയും, ഈ 2 എൻറ്റിറ്റിയെയും ഒന്നിപ്പിക്കുക, അതിനുള്ള വഴികളാണ് ഈ യോഗ എന്ന് പറയുന്ന സ്കൂളിലൂടെ പതഞ്ജലി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ യോഗയിലൂടെ നമുക്ക് മുക്തി കൈവരിക്കാനാകും. അതായത് യോഗ സ്കൂളിൽ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 എൻറ്റിറ്റിയാണുള്ളത്, ബോഡി ആൻഡ് മൈൻഡ്. ഈ 2 ബോഡി, മൈൻഡ് എന്ന് പറയുന്ന 2 പ്രിൻസിപ്പൽ എൻറ്റിറ്റിയെയും ഒന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് മുക്തി നേടാൻ ഉള്ള വഴികളാണ് പറയുന്നത്. അതിനുള്ള വഴികളാണ് അഷ്ടാംഗ യോഗ, അതായത് 8 മെത്തേഡാണ് ഈ യോഗ എന്ന് പറയുന്ന സ്കൂളിൽ ബേസിക്കായിട്ട് പറയുന്നത്. അഷ്ടാംഗ യോഗ, അതായത് 8 മെത്തേഡുണ്ട്. സെൽഫ് കൺട്രോൾ യമ, ഒബ്സർവേഷൻ ഓഫ് റൂൾസ് നിയമ, ഫിക്സഡ് പോസ്റ്റേഴ്സ് ആസന, ബ്രത്ത് കൺട്രോൾ പ്രാണായാമ, ചൂസിങ് ആൻ ഒബ്ജക്റ്റ് പ്രത്യാഹാര, ഫിക്സിംഗ് ദ മൈൻഡ് ധർണ, കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ചോസൺ ഒബ്ജക്റ്റ് ധ്യാന, കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് സെൽഫ്. അതായത് നമ്മുടെ ഈ അഷ്ടാംഗ മാർഗ്ഗയിലെ അവസാനത്തെ മാർഗ്ഗം, അതായത് അവസാനം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മുടെ മൈൻഡും ഒബ്ജക്റ്റും തമ്മിൽ മെർജായി ഒറ്റ ഏകമായി തീരും. അതാണ് സമാധി. ഇങ്ങനെ നമുക്ക് മുക്തി നേടാം എന്നാണ് യോഗ സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. യോഗ സ്കൂളിലെയും ഗോഡിൻ്റെ, അതായത് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു ഗൈഡായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് ഫിലോസഫിയിലെ പൂർവ്വമീമാംസ എന്ന് പറയുന്ന സ്കൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പൂർവ്വമീമാംസ സ്കൂളിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജൈമിനി മഹർഷിയാണ്. മീമാംസ സൂത്ര എന്ന് പറയുന്ന ഈ ബുക്കാണ് പൂർവ്വമീമാംസയുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമായി നമ്മൾ കണക്കാക്കുന്നത്. പൂർവ്വമീമാംസയിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാലിഡ് നോളജ്, അതായത് എംഫസിസ് ദ കോൺസെപ്റ്റ് ഓഫ് വാലിഡ് നോളജ്. അതായത് പൂർവ്വമീമാംസയിൽ വേദങ്ങളെ പൂർണ്ണമായിട്ടും വേദങ്ങൾ മാത്രമാണ് അനന്തം. അതായത് വേദങ്ങളിൽ എല്ലാ നോളജും വേദങ്ങളിലുണ്ട്. വേദങ്ങളെന്ന് പറയുന്നത് അനന്തമാണ്, അനശ്വരമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പൂർവ്വമീമാംസ സ്കൂളിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് വേദങ്ങളുടെ എസൻസ് എന്ന് പറയുന്നത്, വേദങ്ങളുടെ സത്ത് എന്ന് പറയുന്നത് ധർമ്മയാണ്. അതായത് ധർമ്മമാണ് വേദങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള സത്ത്. പൂർവ്വമീമാംസ സ്കൂളിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദങ്ങളുടെ സത്ത്, അതായത് എസൻസ് ഓഫ് ദ വേദാസ് എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മമാണ് വേദങ്ങളുടെ എസൻസ്. അടുത്തത് പൂർവ്വമീമാംസ സ്കൂൾ എംഫസൈസ് ദ പവർ ഓഫ് യജ്ഞാസ് ആൻഡ് മന്ത്രാസ് ഇൻ സസ്റ്റൈനിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് യൂണിവേഴ്സ്. നമുക്ക് അതായത് വേദങ്ങളെ 4 ആയിട്ട് തിരിച്ചിട്ടുള്ളതിലും ഈ സംഹിതാസ് ആൻഡ് ബ്രാഹ്മണാസ്, അതായത് സംഹിതാസ് എന്ന് പറയുന്നതിന് എപ്പോഴും നമ്മൾ മന്ത്രാസ്, അതായത് സംഹിതാസ് എന്ന് പറയുന്നത് എപ്പോഴും മന്ത്രാസും, ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് റിച്വൽസ് ആൻഡ് നോംസ് ആയിരിക്കും. ഇതിൻ്റെ 2ൻ്റെയും പവറിനെ പറ്റിയിട്ടാണ് ഈ പൂർവ്വമീമാംസയിൽ വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി ആരണ്യകാസും ഉപനിഷത്സും. ഇത് 2ന് ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
വേദാന്ത. അടുത്തതായി ഇന്ത്യൻ ഓർത്തഡോക്സ് ഫിലോസഫിയിലെ ഉത്തരമീമാംസ സ്കൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഉത്തരമീമാംസയെ വേദാന്ത എന്നും പറയാറുണ്ട്. അതായത് നമ്മൾ ഈ ആരണ്യകാസ് ഉപനിഷത്സ്, അതായത് വേദങ്ങളിലെ അവസാനത്തെ 2 പോർഷൻസ് ആയ ആരണ്യകാസ് ഉപനിഷത്ത്. ഇതിൽ ആരണ്യകാസ് എന്ന് പറയുന്നത് തിയോളജിക്കൽ ട്രഡീഷൻ, അതായത് തിയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉപനിഷത്സ് എന്ന് പറയുന്നത് വേദങ്ങളിലെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഉത്തരമീമാംസയിൽ ഉപനിഷത്സിലെ ഫിലോസഫിക്കൽ ടീച്ചിങ്സിനെയാണ് കൂടുതലായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിലെ ഉത്തരമീമാംസ നമുക്ക് 6 തിരിക്കാം. അദ്വൈത, വിശിഷ്ടാദ്വൈത, ദ്വൈത, ദ്വൈത അദ്വൈത, ശുദ്ധാദ്വൈത, അച്ചിന്ത ഭേദ അഭേദ. അതിലെ അദ്വൈത സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആദിശങ്കരാചാര്യരാണ്. അതായത് ദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ല ഒന്ന്. ആ ദ്വൈതം, അതായത് ബ്രഹ്മനും ആത്മനും എന്ന് പറയുന്ന 2 അൾട്ടിമേറ്റ് റിയാലിറ്റി ഒന്നാണ്. അതായത് ബ്രഹ്മനും ആത്മനും 2 അല്ല, ഒന്നാണ്. ജഗത് മിഥ്യ, ബ്രഹ്മം സത്യ, ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യം, ബ്രഹ്മൻ മാത്രമാണ് സത്യം, ജഗത് മിഥ്യ. നമ്മളിപ്പോൾ കാണുന്ന ഈ ലോകം, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ എംപിരിക്കൽ വേൾഡ് എന്ന് പറയുന്നത് മിഥ്യയാണ്, വെറും മായയാണ് എന്നതാണ് അദ്വൈത എന്ന് പറയുന്ന ഈ ഫിലോസഫിയിൽ ആദിശങ്കരാചാര്യ പറയുന്നത്. അടുത്തത് വിശിഷ്ടാദ്വൈതയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് രാമാനുജ. വിശിഷ്ടാദ്വൈത രാമാനുജയാണ് പറയുന്നത്. ഇതിലെ നമുക്ക് ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്നും നമുക്ക് പറയാം. അതായത് അദ്വൈത വിത്ത് യുണീക്നെസ്, അതാണ് വിശിഷ്ടാദ്വൈത. അടുത്തത് മൂന്നാമത്തത് ദ്വൈത എന്ന് പറയുന്നത് മാധവാചാര്യയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ദ്വൈതയിൽ മെയിനായിട്ട് പറയുന്നത് ഡ്യുവലിസമാണ്. അതായത് അദ്വൈതയിൽ നമ്മൾ പറയുന്നത് ബ്രഹ്മനും ആത്മനും 2 അല്ല ഒന്നാണ് എന്നാണെങ്കിൽ, ദ്വൈതയിൽ വാക്കിൽ തന്നെ ഉണ്ട് ദ്വൈത, രണ്ട്. അതായത് ഡ്യുവലിസം എന്ന് പറയുമ്പോൾ ബ്രഹ്മനും ആത്മനും 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് ദ്വൈതയിൽ മാധവാചാര്യ പറയുന്നത്. ഈ ദ്വൈത എന്ന് പറയുന്ന സ്കൂളിൽ മെയിനായിട്ട് മാധവാചാര്യ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്തി മാത്രമാണ് നമുക്ക് എറ്റേണലായിട്ടുള്ള ലിബറേഷന് അല്ലെങ്കിൽ എറ്റേണലായിട്ടുള്ള ഒരു സാൽവേഷൻ ലഭിക്കാൻ വേണ്ടി ഭക്തി മാത്രമാണ് ആകെയുള്ള വഴി. അടുത്തതായി ദ്വൈത നിംബർക്കാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ ഗോഡ് എന്ന് പറയുന്നത് സുപ്രീം ബീയിങ് ആണ്. അടുത്തതായി ശുദ്ധദ്വൈത എന്ന് പറയുന്നത് വല്ലഭാചാര്യയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡും ഇൻഡിവിജ്വൽ സെൽഫും സെയിം ആണ്, ഡിഫറൻ്റ് അല്ല, അതായത് സെയിം ആണ്. ഗോഡും, അതായത് അദ്വൈതയിൽ നിംബർക്ക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് എന്ന് പറയുന്നത് സുപ്രീം ബീയിങ് ആണെന്നാണെങ്കിൽ, വല്ലഭാചാര്യ ശുദ്ധാദ്വൈതയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സെൽഫും ഗോഡും സെയിം ആണ്, ഡിഫറൻ്റ് അല്ല. ഗോഡ് ആൻഡ് സെൽഫ്, ഗോഡും സെൽഫ് എന്ന് പറയുന്നത് സെയിം ആണ്, അത് ഡിഫറൻ്റ് അല്ല എന്നാണ് വല്ലഭാചാര്യ പറയുന്നത്. അടുത്തതായി അച്ചിന്ത ഭേദ അഭേദ. ചൈതന്യ മഹാപ്രഭുവാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയുന്നത് ഡിഫറൻറ്റുമാണ്, നോൺ ഡിഫറൻറ്റുമാണ്. ബ്രഹ്മനിൽ നിന്നും ഇൻഡിവിജ്വൽ സെൽഫ് ഡിഫറൻറ്റുമാണ്, നോൺ ഡിഫറൻറ്റുമാണ് എന്നാണ് ഭേദ അഭേദയിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മനും ഇൻഡിവിജ്വൽ സെൽഫും ബോത്ത് ഡിഫറൻ്റ് ആണ്, അതേസമയം നോട്ട് ഡിഫറൻറ്റുമാണ്. അതായത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ഓഫ് ഉപനിഷത്സ് ആണ് ഉത്തരമീമാംസയിൽ പറയുന്നത്. അതായത് ഉത്തരമീമാംസ എന്ന് പറയുന്നത് വേദങ്ങളെ 4 തിരിച്ചിട്ടുണ്ട്. വേദങ്ങളെ സംഹിതാസ്, ബ്രാഹ്മണാസ്, ആരണ്യകാസ്, ഉപനിഷത്ത്. ഇതിൽ സംഹിതാസും ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് മന്ത്രാസും റിച്വൽസും. അതായത് സംഹിതാസ് എന്ന് പറയുന്നത് ബേസിക്കലി മന്ത്രാസ് ആണ്, ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള റിച്വൽസ്, ഈ ഒരു യജ്ഞ മന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഹിതാസ് ബ്രാഹ്മണാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ആരണ്യകാസ് ഉപനിഷത്ത് എന്ന് പറയുന്ന പോർഷനിൽ ആരണ്യകാസ് എന്ന് പറയുന്നത് തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഉപനിഷത്ത് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടീച്ചിങ്സ് ആണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിനെ വേദാന്ത എന്ന് പറയുന്നത്. അതായത് വേദങ്ങളുടെ അവസാനം, അന്തം, വേദാന്തം, അതാണ് വേദാന്ത എന്ന് ഉപനിഷത്തിനെ പറയുന്നത്. വേദങ്ങളുടെ അവസാനത്ത് വരുന്നതുകൊണ്ടാണ് ഉപനിഷത്തിനെ വേദാന്ത എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ആണ് ഉപനിഷത്തിൽ പറയുന്നത്. അതിനെയാണ് ഉത്തരമീമാംസ എന്ന് പറയുന്ന സ്കൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനെ 6 നമുക്ക് തിരിക്കാം. ആദ്യത്തത് അദ്വൈത സ്കൂൾ എന്ന് പറയുന്നത് ആദിശങ്കരയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്വൈത സ്കൂളിൽ ശരിക്കും പറയുന്നത് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, അഥവാ ബ്രഹ്മനും ആത്മനും 2 അല്ല ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്
ബ്രഹ്മനും ആത്മനും സെയിം ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അദ്വൈതയിൽ ആദിശങ്കര പറയുന്നത്. അടുത്തതായി വിശിഷ്ടാദ്വൈത രാമാനുജന് കൊണ്ടുവന്നത് ഒരു ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം ആണ്. ഇതിനകത്ത് ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്നാണ് ഇതിനെ പറയുന്നത്. അദ്വൈത വിത്ത് യുണീക്നെസ് എന്നും വിശിഷ്ട അദ്വൈതയെ നമ്മൾക്ക് പറയാം. അടുത്തത് ദ്വൈത. അദ്വൈതയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ദ്വൈത. അതായത് മാധവാചാര്യനെ കൊണ്ടുവന്നത് ഡ്യുവലിസ്റ്റിക് ആണ് നേച്ചർ. കാരണം ബ്രഹ്മനും ആത്മനും അദ്വൈതയിൽ സെയിം ആണെന്നാണ് പറയുന്നതെങ്കിൽ ഡ്യുവലിസത്തിൽ ബ്രഹ്മനും ആത്മനും രണ്ടും ഡിഫറൻ്റ് ആണ് എന്നാണ് ദ്വൈതയിൽ മാധവാചാര്യ പറയുന്നത്. അടുത്തതായി അദ്വൈത. നിംബർക്കാണ് ഇത് കൊണ്ടുവന്നത്. നിംബർക്കാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഗോഡ് എന്ന് പറയുന്നതാണ് സുപ്രീം ബീങ്. അടുത്തതായി ശുദ്ധ അദ്വൈത വല്ലഭാചാര്യാണ് കൊണ്ടുവന്നത്. ഗോഡും ഇൻഡിവിജ്വൽ സെൽഫും സെയിം ആണ്, ഡിഫറൻ്റ് അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ശുദ്ധ അദ്വൈതയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മായ ഈസ് നോട്ട് റിഗാർഡഡ് ആസ് അൺറിയൽ. മായ ഈസ് നത്തിങ് എൽസ് ദാൻ എ പവർ ഓഫ് ഈശ്വര. മായ എന്ന് പറയുന്നത് ഈശ്വരത്തിൻ്റെ ഒരു പവറാണ് എന്നുള്ളത് മാത്രമാണ് മായയെ പറ്റി വല്ലഭാചാര്യ ശുദ്ധ അദ്വൈതയിൽ പറയുന്നത്. ഇതെല്ലാം ഒരുപാട് ഉള്ളതാണ്. ഉത്തരമീമാംസയിലെ ഈ 6 സ്കൂളുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇത് ഒരുപാട് വലിയൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ